ആംസ്റ്റർഡാമിൻ്റെ മെയിൻ അട്രാക്ഷൻസ് നിങ്ങൾ അറിയുന്നുണ്ടാവും. ഇവിടെ കഞ്ചാവ് ലീഗലാണ്. അങ്ങനെ എന്താ വാങ്ങിക്കുന്നത്? പെൻസിലും ഷാർപ്നറും അല്ലേ? ഇതാണ് ആംസ്റ്റർഡാമിലെ റെഡ് സ്ട്രീറ്റ്. ആംസ്റ്റർഡാമിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബെൽജിയത്തിലെ ഗെൻഡിൽ നിന്നാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ട്രെയിൻ നോക്കടാ. ആഹാ, 2 നിലകളിലായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത് കേട്ടോ. മുകളിലും ഇരിക്കാൻ പറ്റും, താഴെ ഇരിക്കാൻ പറ്റും. നമ്മൾ മുകളിലായിരിക്കാൻ പോണേ. നമ്മൾ ബെൽജിയത്തിൽ നിന്നൊക്കെ വിട്ടു. നമ്മൾ മുകളിലത്തെ നിലയിലായിട്ടിരിക്കണം. അതാണ് നമ്മുടെ കാഴ്ചയൊക്കെ മുകളിൽ നിന്ന് കാണും. അപ്പം നമ്മൾ ബെൽജിയം ലോക്കൽ ട്രെയിനിലാണ് ഇപ്പോൾ കയറിയത്. ബെൽജിയം ലോക്കൽ ട്രെയിൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. 2 നിലയിൽ നമ്മൾ മുകളിലത്തെ നിലയിലൊക്കെ കയറുന്നത്. ഇനി നമ്മൾ ബെൽജിയത്തിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കുള്ള ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രസൽസിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് സ്റ്റോപ്പ് 2 സ്റ്റോപ്പുണ്ട് ബ്രസൽസൊക്കെ. അപ്പം നമ്മളിവിടുന്ന് ഡയറക്റ്റ് ആംസ്റ്റർഡാം പോവുകയാണ്. ആംസ്റ്റർഡാം പോണ ട്രെയിനിൽ നമ്മൾ കയറി. നമ്മൾ ആംസ്റ്റർഡാം എത്തി ഇറങ്ങുക. ആദ്യം തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് ആംസ്റ്റർഡാമിലെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ആംസ്റ്റർഡാം സെൻറ്ററിലെ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയുണ്ട് അല്ലേ, കൊത്തുപണികളൊക്കെ ആയിട്ട്. ഈ കനാൽ ടൂറിനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ കനാലിലൂടെ നമുക്ക് ക്രക്കോവിലൊക്കെ പോയ പോലെ ഇങ്ങനെ പോവാം. ചെറിയ ചെറിയ ഇടകളാണ് കേട്ടോ, 2 സൈഡും ബിൽഡിങ്ങുകളായിട്ട്. ഫേമസ് ചീസാണത്. അപ്പോൾ വലിയ വലിയ ചീസിൻ്റെ കഷ്ണങ്ങൾ കേട്ടോ. അതേ കടയിലിരിക്കുന്ന കാണുന്നുണ്ടോ? കടയിലിരിക്കുന്ന വട്ടം വട്ടമൊക്കെ ചീസാണ്. ഉണ്ടോ? ചീസാണ് കേട്ടോ. നമ്മളപ്പോൾ നെതർലൻഡ്സിൻ്റെ എന്താ പറയുക മാഗ്നറ്റും കൂടെ വാങ്ങിക്കാൻ പോവുകയാണ് അടുത്തത്. ഇതൊക്കെയാണ് നെതർലൻഡ്സിലുള്ള മാഗ്നറ്റ്. നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പിസ്ത, ഒരു ഫോറസ്റ്റ് ഫ്രൂട്ട്, ഒരു ഹേസൽനട്ട്.
പന്നിയുടെ കാലാണ് കേട്ടോ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. എന്തിനാണ് എന്നറിയില്ല. തായ് അമ്പലം. ഈ സ്ട്രീറ്റ് ഫുള്ളൊരു ചൈനീസ് സ്ട്രീറ്റ് പോലെ ഉണ്ട്. കാരണം ഫുൾ വിയറ്റ്നാമി റെസ്റ്റോറൻറ്റ്സും ചൈനീസ് റെസ്റ്റോറൻറ്റ്സും അവരുടെ ഒരു ടെമ്പിളും ഒക്കെയാണ് ഉണ്ട് കേട്ടോ. ആംസ്റ്റർഡാമിൻ്റെ മെയിൻ അട്രാക്ഷൻസ് നിങ്ങൾ അറിയുന്നുണ്ടാവും. ഇവിടെ കഞ്ചാവ് ലീഗലാണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ കഞ്ചാവിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷോപ്പിലൊക്കെ, നമുക്കല്ല, ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കാരണം അത് ലീഗലാണ്. ഇവിടെ കോഫി ഷോപ്പിലൊക്കെ കഞ്ചാവ് കിട്ടും. ഇപ്പോൾ കണ്ടു, ഈ കോഫി ഷോപ്പ് എന്നുള്ളതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും ഇല്ലാത്ത കടകളിൽ കഞ്ചാവ് കിട്ടും എന്നുള്ളതാണ് അർത്ഥം. അതവരൊരു സിഗ്നലാണ്. നേരെ മറിച്ച് കോഫി ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ട് ഷോപ്പിൽ നിന്നിട്ട് കൊടുത്ത് അങ്ങനെ കിട്ടില്ല. അവിടെ നമ്മൾ ക്ലാസിക് കോഫിയൊക്കെ തന്നെ ആയിരിക്കും. അതെനിക്ക് വേറൊരു വ്ളോഗിൽ നിന്ന് ഏതോ ഓർക്കുന്നില്ല, ഒരു വ്ളോഗിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആംസ്റ്റർഡാമിൽ. കണ്ടോ മാഗ്നറ്റ്സിലൊക്കെ കഞ്ചാവിൻ്റെ ഇലയൊക്കെ. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇതേ ട്യൂലിപ്പ് ഗാർഡനും വിൻമില്ലും ഒക്കെയാണ് അതിൻ്റെ സിമ്പിൾ. ഓക്കെ, നമ്മൾ സ്മൂത്തി ട്രൈ ചെയ്തു. ഇവിടുന്ന് ആ കാണുന്നതൊക്കെ മറ്റേവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്. അതായത് റെഡ് സ്ട്രീറ്റിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അതൊക്കെ. അവിടെയൊക്കെ ഓരോ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതാണ് ആംസ്റ്റർഡാമിലെ റെഡ് സ്ട്രീറ്റ്. അതെ, ഇവിടെ എല്ലായിടത്തും ഒരേമാതിരിയുണ്ട്, നമുക്ക് മനസ്സിലാവണില്ല. ഈ കനാൽ ഇങ്ങനെ പോകേണ്ട രണ്ട് സൈഡിലും നിറച്ച് ബിൽഡിങ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം സെൻറ്ററിൽ എത്തിയിട്ടോ. നമ്മൾ കുറേ ചുറ്റിപ്പറ്റി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ചൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ 3 കാലിലാളെ ഫുട്ബോൾ ടീമിലൊക്കെ എടുക്കാൻ പാടും. അയാളധികം ഗോളടിച്ച അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ആളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഡാം സ്ക്വയറിലെ മ്യൂസിയം കാണാൻ പോവാണ്, വാക്സ് മ്യൂസിയം. നമ്മൾ വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് കിട്ടി. അപ്പോൾ ഇവിടെ പുറത്ത് ഒരു ഷോപ്പുണ്ട്, കുഞ്ഞു ഷോപ്പ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതൊരു ഷോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പശുവിനൊക്കെ തലകുത്തനെ വെച്ചിട്ടുണ്ട്. ആംസ്റ്റർഡാമിൻ്റെ ഒരു സിമ്പലാണ് വുഡൻ ഷൂ. എല്ലായിടത്തും ഇത് കാണാം. പക്ഷേ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. കണ്ണൻ എന്താ വാങ്ങിക്കുന്നത്?
പെൻസിലും ഷാർപ്നറും അല്ലേ? അല്ല വാ ബില്ല് ചെയ്യാം. നല്ല രസമുണ്ട്. ബിഗ് സെറാമിക് ഹൗസ് കണ്ടോ? ഇതിങ്ങനെ ബിൽഡിങ് തന്നെ. ഇതതിൻ്റെ കുഞ്ഞീത് കണ്ടോ? ഇവിടുത്തെ ബിൽഡിങ്സ് പോലെ തന്നെയുണ്ട്. ഇനി ഇവിടുത്തെ ചിത്രങ്ങളുള്ള ട്രേകൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ. എല്ലാ സാധനങ്ങളും ഈ 2 ഡിസൈനിലാണ്. ഒന്ന് ബ്ലൂ, ഒന്ന് യെല്ലോ. കുറേ കടകളിലായി അത് കാണുന്നു. ഇത് റിക്ഷകളാണ് കേട്ടോ. യൂറോപ്യൻ കൺട്രിയിൽ റിക്ഷ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതാണ് ആംസ്റ്റർഡാമിലെ ട്രാം കേട്ടോ. അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ടിക്കറ്റ് എടുക്കുന്നില്ലെന്ന് ചെക്ക് ചെയ്യാനായിരിക്കണം ഫ്രണ്ട്. ഇതാണ് ഡാം സ്ക്വയറിൻ്റെ നൈറ്റ് വ്യൂ. പക്ഷെ നമ്മളിപ്പോൾ ക്രക്കോവിലും ഗെൻഡിലും ഒക്കെ കണ്ട പോലത്തെ ഒരു ലൈറ്റ്നിങ് ഒന്നും രാത്രി ഇല്ല കേട്ടോ. അതാണ് വാക്സ് മ്യൂസിയം. നമ്മൾ നേരത്തെ ഉള്ളിൽ കയറിയത്. അപ്പോൾ നമ്മൾ ആംസ്റ്റർഡാമിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. ഇന്ന് നമ്മൾ ലെയ്ഡനിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി തന്നെ അവിടെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കാണാൻ പോവുകയാണ്. അതേതാണെന്ന് ഇന്ന് പറയില്ല, നമുക്ക് നാളെ കാണാം.